ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. സമയം രാത്രി 10:45. അപ്പോൾ രാത്രി എൻ്റെ യാത്ര എങ്ങോട്ടായിരിക്കും എന്നായിരിക്കും അല്ലേ. ഇനി പകൽ 10:45 വിചാരിക്കേണ്ട. ഇത് കണ്ടില്ലേ, രാത്രിയാണ്, നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇതവിടെ മോൻ കിടന്നുറങ്ങുന്നുണ്ട്, അപ്പുറത്ത് അമ്മ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ തലവേദന കാണിക്കാനായിട്ട് പട്ടാമ്പിൻ്റെ അപ്പുറത്ത്, കൂറ്റനാടിൻ്റെ അപ്പുറത്തായിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം അറിയില്ല. രജിത ചേച്ചിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനൊന്ന് റെഡിയായി. രജിത ചേച്ചിയും മോനും ഉണ്ട്, പിന്നെ മോൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചേച്ചിക്ക് പോയിട്ട് വലിയ കുഴപ്പമില്ല, കുറച്ചൊന്ന് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കും നല്ല തലവേദന എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കുക. അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ചേച്ചി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചേച്ചി വന്നൊന്ന് കോൾ വന്നു കേട്ടോ. ഞാൻ റോഡിൻ്റെ അവിടേക്ക് പോവുകയാണ്. ചേച്ചി കാറുമായിട്ട് എത്തി, പെട്രോളൊക്കെ അടിച്ചു. പിന്നെ അവൻ്റെ ഫ്രണ്ടിനൊന്ന് വിളിക്കാനായിട്ട് പോയിട്ട് കിച്ചുവിൻ്റെ ഫ്രണ്ടിനെയും പോയി കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പിള്ളേർ നല്ല വൈബായിരുന്നു കേട്ടോ, നല്ല കെയറിങ്ങും. ചോക്ലേറ്റ് തരാനും കാപ്പി വാങ്ങിച്ചു തരാനും ഒക്കെ ആയിട്ട് അവർ നല്ല രസമായിട്ട് തന്നെ ഞങ്ങളുടെ കൂടത്തിൽ തന്നെ നിന്നു. ഇതിൻ്റെ ഇടയിൽ കിച്ചുവിന് പനിയാണ്. ആ പനിയും വെച്ചിട്ടാണ് അവൻ എനിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റലല്ല, അതൊരു വീടാണ്. അപ്പോൾ അവിടെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനും കയറിയോ എന്നുള്ളത് അറിയാനും നല്ല കെയറിങ് ആയിരുന്നു പിള്ളേർ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ കുറച്ച് നേരം റോഡ് സൈഡിൽ തന്നെ കാറിട്ട് നിന്നു. പിന്നെ ശരി, അങ്ങോട്ട് പോയിട്ട് പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി അത് ചെയ്തിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ വീട്ടിലേക്ക് കയറുന്ന വഴി. ഇവിടെയുള്ള 4 വീടുകളും ഏകദേശം ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അതിൽ പേരും നമ്പറും എഴുതി വെക്കണം, സ്ഥലവും. ഇതാണ് അവരുടെ കാർഡ്, അതിൽ തന്നെ അഡ്രസ്സും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് മുന്നിലൊരു 4-5 ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ആദ്യം നമ്മളുടെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യും. എന്നിട്ടാണ് പിന്നെ അവർ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ പോയി ചതച്ചിട്ട് തരുന്നത് കേട്ടോ. എന്നിട്ട് മെഡിസിൻ ചതച്ചിട്ട് വന്നിട്ട് അവർ നമ്മുടെ തലയിൽ വെച്ചിട്ട് അതിങ്ങനെ കെട്ടിത്തരും. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ. അത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല, ഡെയിലി കഴിക്കണം. വന്നു കഴിഞ്ഞാൽ കഴിക്കും. ഒരു 5-6 ദിവസം കഴിക്കുമ്പോഴേക്കും എനിക്ക് മാറും. പക്ഷെ ഹോമിയോയിലൊക്കെ കാണിച്ചു, മാറിയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഞാൻ എൻ്റെ മാറിയപ്പോഴാണ് ഞാൻ ഓരോരുത്തരനായിട്ട് ഇങ്ങോട്ട് അയക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ മാറി വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ലോഡ് ആൾക്കാർ വരാനുണ്ടെന്ന്.
പക്ഷെ ഞാൻ പറയുമ്പോൾ ഇതിൽ കുറേ പേര് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടത്. ആ ആ ആ അതെ. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ എനിക്കിപ്പോൾ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് അപ്പം തന്നെ മാറുന്നുണ്ട്, വലിയ പ്രശ്നം വന്നിട്ടില്ല. എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 തവണ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. നാളെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പം ഇനി പ്രശ്നം അപ്പം ഇങ്ങനെ കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ബൈ ബൈ. യൂട്യൂബ് പറഞ്ഞില്ല യൂട്യൂബ്. അത്രയ്ക്കൊന്നും ആയിട്ടില്ലടാ. ശരി ബൈ ബൈ. അപ്പം എന്തായാലും നല്ല കുട്ടി നമ്മുടെ വൈബിനനുസരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മനെ നോക്കാനായിട്ടായിരുന്നു ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അമ്മക്ക് തിരിച്ച് എന്നെ നോക്കേണ്ടി വന്നു. അപ്പോൾ വെളിച്ചം ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാലം വെച്ച് കണ്ടില്ലേ, പുതപ്പിനൊക്കെ കെട്ടിത്തന്ന് ഒക്കെ സെറ്റാക്കിയിട്ട് പോവുകയാണ് ആള്. ഇപ്പോൾ റൂമൊക്കെ സെറ്റായി. വഴിക്ക് അവിടെ നിന്ന് കുടിക്കാന്ന് പറഞ്ഞാൽ അവര് കുടിച്ചില്ല. നിനക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അയ്യേ ഓ എനിക്കിപ്പോ ഒന്നും വേണ്ട. അല്ല ചോറുണ്ണാൻ പറ്റുമല്ലോ? ഓ അങ്ങനെ ഒരു ഇതും ഇല്ല. ഞാനും അപ്പം അമ്മ ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. എല്ലാം കാലം ചോട്ടിലാണ്. ആദ്യമൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് റൂമിൻ്റെ ഉള്ളിൽ അയ്യോ ഈ ബെഡിൽ കിടക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ സമ്മതിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആൾ ശരിക്കും ഒരു 1.5 മാസമായി ആ കാലിൽ ആണി കുത്തി, അത് കഴിഞ്ഞ് BP കയറി, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ആൾ 1.5 മാസമായിട്ട് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനത്തെ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുപോവാ. അത് അമ്മമാരുടെ അടുത്ത് കൊടുക്കാം. അമ്മമാരുടെ അടുത്ത് കൊടുക്കടാ. വണ്ടി വന്ന ഒരു ഫോൺ അടിച്ചു. ഇത്ര വെള്ളത്തിൽ കൊണ്ട് കൈയിട്ടാ ചുടുവെള്ളം നീ വെക്കുവോ? ചുടുവെള്ളം ഞാൻ വയ്ക്കില്ല. ഒഴുകുക മതി മതിമ. ചേച്ചിൻ്റെ അടുത്തും കട്ടാം. എന്ത് ഫീസ്? 400 രൂപ. ചേച്ചിൻ്റെ അടുത്തും കെട്ടാൻ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട്, കടക്കാൻ പറ്റില്ല. മതിമ.
മാത്രം കാണുന്നുണ്ട്. പല്ല് മാത്രം കാണുന്നുണ്ട്. തലവേദന. ആരാ? ആരാണ്? അതിഥി. മനുഷ്യനല്ലേന്ന്. മനുഷ്യനല്ലേന്ന്. ഉം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വേദനയോ കാര്യങ്ങളോ എന്തെങ്കിലും? അതല്ല, ഏ, ഇത് കഴിഞ്ഞ ഇരുട്ടത്തിരിക്കല്? വെളിച്ചപ്പ ലൈറ്റ് ഒക്കെ ഇടാ? ഉം, ഉം, ഉം. നീ ആര്? എന്താണ്? ഏ, ഏ, ഏ. ഇപ്പൊ ലോക സിനിമയിട്ടാവില്ല വേഗം. ഉം. അമ്മ ഒക്കെ മറച്ചു വെച്ചു പറഞ്ഞു. ഉം. ഉം. അത് കഴിഞ്ഞ് ഉച്ചത്തെ ലഞ്ചും എത്തി. ഉച്ചയ്ക്ക് തന്നെ എൻ്റെ അടുത്ത് 2 മണിക്ക് തന്നെ അഴിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു ശരി എന്തായാലും കെട്ടിയതല്ലേ, അപ്പോൾ വൈകുന്നേരം വരെ എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ 6 മണിക്കാണ് അഴിച്ചത്. വൈകുന്നേരം ആകുമ്പോൾ തല മൊത്തമുള്ള വേദന മാറിയിട്ട് എനിക്ക് ഒരു സൈഡ് മാത്രമേ പിന്നെ വേദനയുള്ളൂ കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ വേദന മാറിയിട്ടില്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.